പോലെ ബൈത്തെടുക്ക ദീർഘവിശ്വാസികളായ ജനതയോടെയാണ് ഓനെ ആ നാട്ടിലെ പാപത്തിന്റെ പെണ്ടാക്കൾ ഓർമ്മന്നില്ല. ഈടെ 4 ട്യൂബ് കത്തുമ്പോഴാണ് പാപത്തിന്റെ പെണ്ടാക്കൾ ഓർമ്മയായി. ഇരിക്കട്ടെ, അത് വിട്. അപ്പൊ ഇതെല്ലാം വേണം, ഇതെല്ലാം ഉണ്ടാൻ ചോദിക്കുന്നവരുണ്ട്. എന്നാൽ മഹാന്മാർ ഇതെല്ലാം കിതാബിൽ പറഞ്ഞതാണ്. ഇതൊന്നും പുത്തനാചാരമല്ല, ഇതൊന്നും നൂതനാചാരമല്ല, ഇതൊന്നും ഇസ്ലാമിൽ ഇല്ലാത്തതല്ല. അലിയാർ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത സ്വഹിയായ ഹദീസാണ്, ബുഖാരിന്റെ ഹദീസാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അലിയാർ തങ്ങൾ പറയുകയാ, ഞങ്ങൾ ബഖീഉൽ ഖർഖദ് എന്ന ശ്മശാനത്തിൽ ഇരിക്കുകയാണ്, ഖബർസ്ഥാനിൽ ഇരിക്കുകയാണ്. ഒരു മയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന നേരത്ത് ഫഅതാന റസൂലുള്ളാഹ്, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വന്നു. എന്നിട്ട് വഖഅദ റസൂലുള്ളാഹി തങ്ങൾ അവിടെ ഇരുന്നു. വഖഅദനാ ഹൗലാ, ഞങ്ങൾ നബി തങ്ങളെ ചുറ്റുവട്ടത്തായിട്ട് അവിടെ ഇരുന്നു. ഞങ്ങൾ സഹാബികൾ പലരും ഉണ്ടായിനവിടെ. ഇത് ഖബർസ്ഥാനിലാണ്, ഇത് മക്കത്തെ പള്ളിയിലല്ല, മദീനത്തെ പള്ളിയിലല്ല, ആയിഷ ഉമ്മാന്റെ വീട്ടിലല്ല. ഇത് ഖബർസ്ഥാനിൽ നടക്കുന്ന കാര്യമാണ്. ബുഖാരിന്റെ ഹദീസാണ്, സ്വഹിയായ ഹദീസാണ്. 1312 ഹദീസ്, ബുഖാരിന്റെ സ്വഹിയായ ഹദീസ്. തള്ളാൻ പറ്റാലോ, ഡിങ്കന്റെ കഥയാക്കാൻ പറ്റാലോ, വാറോലയല്ല, സാങ്കല്പിക കഥയല്ല, കാൽപ്പനിക കഥയല്ല, സ്വഹിയായ ഹദീസാൻ. മുസ്തഫായ നബി തങ്ങൾ അവിടെ വന്നു, ആ ഖബർസ്ഥാനിൽ വന്നു. എന്നിട്ട് അവിടെ ഞങ്ങൾ ഇരുന്നു. റസൂലുള്ളാഹിന്റെ ചുറ്റുവട്ടത്തായിട്ട് ഞങ്ങൾ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വടിയും ഇങ്ങനെ കുത്തിയിട്ട് പിടിച്ചിട്ടായിരിക്കണത്. ആ സമയത്ത് ഇരുന്ന റസൂലുള്ളാഹ് ചുറ്റുഭാഗത്തായിട്ട് ആ ഖബർസ്ഥാനിൽ ഇരിക്കുന്ന ഞങ്ങളോട് പറയുകയാണ്, മാ മിൻ അഹദിൻ മിൻകും ഇല്ലാ കുതിബ ലഹു മിനൽ ജന്നതി വബിന്നാർ. പോലെ ബൈത്തെടുക്ക ദീർഘവിശ്വാസികളായ ജനതയോടെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നിങ്ങളെ ദർഗ ഉദ്ഘാടനത്തിന്റെ തുടക്ക ദിവസത്തിൽ നിങ്ങൾ ഒരാളെ കൊടുന്നില്ലേ, ഒരു മരപ്പൊട്ടനെ, അവന്റെ പേര് നിസാമി മൊഗ്രാള്. മുമ്പ് പറഞ്ഞിരിക്കുന്നു സഹീൽ ബുഖാരിലെ 1312 ഹദീസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് പച്ചക്കളവാണ്. പച്ചക്കള്ളമാണ് നിങ്ങളെ മുന്നിൽ പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് ആർക്കും പൊട്ടന്മാർക്ക് അത് മനസ്സിലായിട്ടുണ്ടോ? ആർക്കും മനസ്സിലായിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ചോദ്യം ചെയ്ത ഇതുവരെ അതങ്ങനത്തെ ഒരു ഹദീസ് ഉണ്ടെന്ന് നിങ്ങൾ പരിശോധിച്ച ഒന്നും ചെയ്തിട്ടില്ല. ഇതെന്റെ കയ്യിലുള്ള സഹീൽ ബുഖാരിയാണ്. 1312 ഹദീസ് നീ പറഞ്ഞതുപോലെ ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ വരും ബൈത്തർക്ക പള്ളിയിൽ വന്നിട്ട് ആ പരിസരം ക്ലീൻ ആക്കി തരാം. നിങ്ങൾ അവിടുത്തെ കക്കൂസ് കഴിത്തരാം ഞാൻ, നീ പറഞ്ഞത് സത്യമാണെങ്കിൽ. നീ ആണൊക്കെങ്കിൽ നീ അത് തെളിയിക്ക്. 1312 ഹദീസിൽ നീ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് ഞാൻ തെളിയിക്കാം. നീ ആൺകുട്ടിയാണെങ്കിൽ 1300, ഇത് സഹീൽ ബുഖാരി എന്റെ കയ്യിലുള്ളത്, 1312 ഹദീസിൽ നീ പറഞ്ഞ പോലെ ഇല്ല, പച്ചക്കള്ളമാണെന്ന് നിസാമി നീ പറഞ്ഞത്. എന്റെ നാട്ടിൽ വന്ന് ഞങ്ങളെ ബൈത്തർക്കത്ത് ആ പള്ളിയിലെ പരിസരത്ത് വന്ന് നീ പറഞ്ഞത് പച്ചക്കളവാണ്, സത്യമല്ല, പച്ചക്കളവാണ്. 1300 ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ അദ്കാറിൽ അതാ ഇമാം ബുഖാരിയുടെ 1362 നമ്പർ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുബ്ഹാനല്ലാഹ്, ഖുർആനിന്റെ ആദ്യത്തെ സൂറത്ത് പറഞ്ഞില്ലല്ലോ, രണ്ടാമത്തെ പിന്നെ ലാസ്റ്റല്ലേ പറഞ്ഞില്ല ഒരു ജാഹിൽ. അതുപോലെ ഹദീസിന്റെ ഉദ്ധരണികൾ പറയുമ്പോ നമ്പർ മാറിപ്പോയത് വലിയ വിഷയാക്കാനുണ്ടോ? നമ്പർ മാറിപ്പോയാൽ ഹദീസിലുണ്ടോ ഇല്ലേ, ബുഖാരിയിലുണ്ടോ ഇല്ലേ എന്നതല്ലേ ആലോചിക്കേണ്ടത്. ഓ സഹോദരന്മാരെ, മുസ്ലിമീങ്ങളായി ജീവിക്കണം. ഈമാൻ നമുക്കുണ്ടാകണം. ഈമാനുള്ളവൻ, ഈമാനിന്റെ മധുരമെത്തിച്ചവൻ അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവരാണ്. അങ്ങനെ അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചാലോ, വറജുലാനി തഹബ്ബാ ഫില്ലാഹി വജതമാ അലൈഹി വതഫാറഖാ അലൈഹി.